ആ 1.5 വയസ്സുകാരൻ്റെ കൊലപാതകത്തിൽ ഞെട്ടിക്കുന്ന കണ്ടെത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഡോക്ടറുടെ പരിശോധനയിൽ കുഞ്ഞിന്റെ ദേഹത്ത് 91 മുറിവുകൾ കണ്ടെത്തി. കുഞ്ഞിന്റെ വാരിയെല്ലിൽ 7 പൊട്ടലുകളുമുണ്ട്. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഹുൽ, 91 മുറിവുകൾ 1.5 വയസ്സുകാരനായ ഒരു കുഞ്ഞിന്റെ വളരെ ചെറിയൊരു ദേഹത്തിൽ കണ്ടെത്തിയതാണ്. വാരിയെല്ലുകളിൽ പൊട്ടൽ, ആന്തരിക രക്തസ്രാവം, മരണകാരണം. എന്താണിത്? ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വരുമ്പോൾ സത്യത്തിൽ നമ്മുടെയൊക്കെ മനസ്സ് മരവിച്ചു പോകും. ഉറപ്പായും ഈ വിഷയത്തിൽ ഓരോ കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ എങ്ങനെയാണ് അത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രതിസന്ധി കൂടി നമ്മുടെ മുന്നിലുണ്ട്. കാരണം ഈ പോലീസ് ഇൻക്വസ്റ്റിലാണ് ഈ 1.5 വയസ്സുകാരൻ്റെ ദേഹത്ത് 51 മുറിവുകൾ ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തൽ വരുന്നത്. ആ ഘട്ടത്തിൽ തന്നെ എന്തുമാത്രം വലിയ ക്രൂരതയാണ് ഈ കുഞ്ഞ് ആ 1.5 വയസ്സ് കാലത്ത് 1.5 വർഷക്കാലത്ത് നേരിട്ടത് എന്ന വലിയ ആശങ്ക എല്ലാവരുടെയും മനസ്സിലുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ എന്തായാലും പോസ്റ്റ്മോർട്ടം കൂടി കഴിയുമ്പോൾ ഡോക്ടർമാരുടെ പരിശോധനയിൽ മുറിവുകൾ 91 എന്നുള്ള ഒരു കണ്ടെത്തൽ വരുന്നത്. അപ്പോൾ അത്രമാത്രം ആ കുഞ്ഞ് ശരീരത്തിൽ മുറിപ്പെടുത്തിയിട്ടുണ്ട്, അത്രമാത്രം ക്രൂരമായ മർദ്ദനങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുന്നത്. ഈ 91 എന്ന് പറയുമ്പോൾ ഭേദമായ മുറിവുകൾ പോലും ഇത്തരത്തിൽ ഓട്ടോപ്സി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ഇതെല്ലാം കണക്കാക്കുമെന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നിൽക്കുകയാണ്. ഇതിൽ പിന്നീടുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാരിയെല്ലിൽ 7 പൊട്ടലുണ്ട് എന്ന് പറയുന്നുണ്ട്. ഈ വാരിയെല്ലിൽ പൊട്ടലുണ്ടെന്ന് പറയുമ്പോൾ ആ 7 പൊട്ടലുകൾ ഒരു പക്ഷേ മരണത്തിന് തൊട്ട് മുൻപ്, കൊലപാതകത്തിന് തൊട്ട് മുമ്പ് സംഭവിച്ചതാകാം എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത്. കാരണം അങ്ങനെ ഒരു ക്ഷതവുമായി കുഞ്ഞിന് ജീവിക്കാൻ കഴിയില്ല, ഭയങ്കര വേദനയായിരിക്കും അതിൻ്റെ ഭാഗമായി ഉണ്ടാകുക. ഇത് രണ്ടും ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലായി നിൽക്കുന്നു. തലയിൽ പലയിടത്തും പരിക്കുണ്ട്. മരണകാരണം അത് ആന്തരിക രക്തസ്രാവമാണെന്ന് പറയുന്നു. പക്ഷേ ഈ കുഞ്ഞ് ചോര ഛർദ്ദിച്ചു എന്ന് ആദ്യഘട്ടത്തിൽ നമ്മൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് കേട്ടിരുന്നു. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാനാണോ വീട് കഴുകി വൃത്തിയാക്കുന്ന ഘട്ടത്തിലൊക്കെ കാര്യങ്ങൾ പോയത് എന്ന ചോദ്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടെത്തലായി നമ്മുടെ മുന്നിലേക്ക് വരുന്നത്. അപ്പോഴും ഈ കുഞ്ഞിൻ്റെ 2 കൈകളും ഒടിയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായി എന്നുള്ള ചോദ്യത്തിന് കൃത്യമായി ഇപ്പോഴും അമ്മയ്ക്ക് മറുപടി നൽകാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായി നിൽക്കുന്നത്. കാരണം നൃത്തപരിപാടിക്ക് പോയതിലും അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞിരുന്നല്ലോ. അതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിലവിൽ പുറത്തേക്ക് വരുന്നുണ്ടോ? പോലീസ് ഇനി ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കസ്റ്റഡി അപേക്ഷ നൽകുക, ഇരുവരെയും കസ്റ്റഡിയിൽ വാങ്ങുക, അഷ്കറിനെയും അഖിലെയും കസ്റ്റഡിയിൽ വാങ്ങുക എന്നുള്ളതാണ്. ഏതായാലും അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനുശേഷമായിരിക്കും കാര്യങ്ങൾ ചെയ്യുന്നത്. കാരണം ഈ നൃത്ത അധ്യാപികയുമായി ബന്ധപ്പെട്ടും അന്വേഷണം വേണമെന്ന് അഖിലിൻ്റെ അച്ഛൻ പറഞ്ഞിരുന്നു. അതുമാത്രമല്ല അഷ്കറിൻ്റെ കുടുംബാംഗങ്ങളും ഇതിൽ പങ്കുണ്ട്, അവരെ കൂടി പ്രതി ചേർക്കണം, അന്വേഷണം മുന്നോട്ട് പോകണമെന്ന് ഇന്നലെ ആമിനെയും പറഞ്ഞിരുന്നു. അതായത് ഈ പ്രതിയുടെ 2ാം അച്ഛൻ്റെ ആദ്യ ഭാര്യ പറഞ്ഞിരുന്നു. അപ്പോൾ അത്രമാത്രം ആരോപണങ്ങൾ ഇതിന് മുന്നിലേക്ക് നിൽക്കുകയാണ്. അപ്പോൾ അതിൽ അന്വേഷണം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലപാതക കുറ്റം, കുട്ടികളുടെ അതിക്രമം തടയൽ തുടങ്ങിയ വകുപ്പുകൾക്കൊപ്പം പട്ടികജാതി പട്ടികവർഗ അതിക്രമ നിരോധന നിയമം കൂടി ചുമത്തുന്നു. അപ്പോൾ ഈ കേസിൻ്റെ അന്വേഷണം കുറച്ചുകൂടി ഗൗരവത്തിലാകുന്നു, അല്പം കൂടി ഗൗരവത്തിലാകുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കസ്റ്റഡി അപേക്ഷ നൽകിക്കൊണ്ട് ചോദ്യം ചെയ്യലുണ്ടാകും. ഇപ്പോൾ തന്നെ പരസ്പര വൈരുദ്ധ്യങ്ങളുണ്ട് ഇവരുടെ മൊഴികളിൽ. അപ്പോൾ അതുകൂടി പരിഹരിച്ച ശേഷമാകും ഈ നൃത്ത പരിപാടിയെ പറ്റിയും ഈ നൃത്ത പരിപാടിക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റൊരാളെ പറ്റിയും അന്വേഷണമൊക്കെ മുന്നോട്ട് പോകും.